ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഫ്രൂട്ടി കടകളിൽ നിന്ന് വാങ്ങി കഴിച്ചു. വളരെ ഈസിയായി ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയല്ലോ. ഫ്രൂട്ടി തയ്യാറാക്കാൻ മെയിനായിട്ട് മൽഗോവ മാമ്പഴമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സിന്ദൂരത്തിൻ്റെ 1/2 കിലോനോളം വെയിറ്റ് വരുന്ന മാമ്പഴമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 400 ഗ്രാം പഞ്ചസാര, ഒരു ചെറുനാരങ്ങ, ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം 1/2 കിലോനോളം ഭാരം വരുന്ന 3 മാമ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. മാമ്പഴത്തിന് നല്ല മധുരം വേണം. ഇത് തോല് കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 400 ഗ്രാം പഞ്ചസാരയും 4 ഗ്ലാസ് വെള്ളവും ചേർത്ത് പഞ്ചസാര ലൈന് തയ്യാറാക്കുക. പഞ്ചസാര അടിപിടിക്കാതിരിക്കാനായി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള മാമ്പഴച്ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനെ ഏകദേശം 2 മിനിറ്റോളം തിളപ്പിക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുകയും വേണം. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നിവയുൾപ്പെടെ വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും മികച്ച ഉറവിടമാണ് മാമ്പഴം. മാമ്പഴത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അവയ്ക്ക് വ്യത്യസ്ത ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ലയിക്കുന്ന നാരുകൾ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായകരമാകുന്നു. അതേസമയം ലയിക്കാത്ത നാരുകൾ ദഹനാരോഗ്യത്തിന് സഹായകരമാകുന്നു. ഇനി ഇതിനെ തണുക്കാനായി മാറ്റിവെക്കുക. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാവുന്നതാണ്. മധുരം ഓവറാണെങ്കിൽ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ലൊരു ബോട്ടിലടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഫ്രൂട്ടി റെഡിയാണ്. അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ അമിതമായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതൊരു 1.25 ലിറ്ററോളം നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മാമ്പഴം ഉപയോഗിച്ചുണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതിലൊരു 400 ഗ്രാം പഞ്ചസാരയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരീരത്തിന് വളരെ ദോഷം തന്നെയാണ്. ഗാന്ധിജി പോലും പഞ്ചസാരയെ വെളുത്ത വിഷമാണെന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ പിന്നെ നമ്മൾ വേറെ വിഷങ്ങളൊന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കാരണം അവർ ഒറ്റയടിക്കൽ മുഴുവൻ കുടിച്ചു വെക്കും. അപ്പോൾ അമിതമായി പഞ്ചസാര ശരീരത്തിൽ പോകുന്നതുകൊണ്ട് അത് വളരെ ദോഷം തന്നെയാണ്. അപ്പോൾ മാമ്പഴമായി കഴിക്കാൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. Mango fruity, fresh and juicy. Oh, very fun.